അങ്ങനെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് റൈഡിൽ മിസ്റ്റർ മീറ്റും കാര്യത്തിന് വന്നിക്കാണ്. അപ്പൊ ബിൽഡിംഗ് ഒക്കെ ഞങ്ങൾ തകർത്തുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ഫ്രാങ്ക്ലിൻ കാര്യത്തിന് കിങ്ങോങ് കാര്യത്തിന് അയക്കണം. അപ്പൊ ഇതാണ് ഫൈറ്റ്. അപ്പൊ ഇന്ന് പണിക്ക് പോണ മുന്നേറ്റ് നമ്മൾ ന്യൂസും കാര്യത്തിന് വെച്ച് നോക്കണം. എപ്പോഴും പണിയും കാര്യം കഴിഞ്ഞിട്ട് നമ്മൾ ന്യൂസും കാര്യത്തിന് വെക്കില്ല. അപ്പൊ എന്തായാലും ന്യൂസിൽ എന്താ യാതൊരു ന്യൂസ് വെച്ച് നോക്കുക. അങ്ങനെ നമ്മൾ സിറ്റിയിലേക്ക് മിസ്റ്റർ മീറ്റും കാര്യത്തിന് വന്നത്. അപ്പൊ NPC ചൂടും കാര്യത്തിനാണ് എന്താ യാതൊരു വലിയ മിസ്റ്റർ മീറ്റും കാര്യത്തിനാണ്. അതേപോലെ തന്നെ നമ്മൾ NPC കാര്യത്തിന് തിന്നാൻ നിൽക്കേണ്ടി തോന്നുന്നത്. അപ്പൊ ഇങ്ങനെയാണ് സംഭവിക്കുന്ന വാർത്ത കാണിച്ചത്. അപ്പൊ നമ്മുടെ ഫ്രണ്ട് കാര്യത്തിന്റെ വാർത്തയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഫ്രണ്ടിന് കാര്യത്തിനെ വിളിച്ചു നോക്കാം. മൊബൈൽ ഫോൺ തന്നെ ഫ്രണ്ടിനെ വിളിച്ചു നോക്കാം. അപ്പൊ എന്തായാലും മൊബൈൽ ഫോൺ തന്നെ അല്ല ഇജോടെ ഞാനിപ്പോ വാർത്തയിലാണ് ഏതാണ് ന്യൂസ് കാര്യത്തിന് ആ ന്യൂസ് ഞാൻ കണ്ടു. അപ്പൊ എന്റെ ചാനലിലൊക്കെ വിട്ടിട്ടുണ്ടല്ലോ. ഞാൻ അത് കണ്ടില്ല. ഞാൻ ന്യൂസ് ചാനലിലാണ് ഞാൻ കണ്ടത്. എന്തായാലും മിസ്റ്റർ മീസിനെ നമുക്ക് സിറ്റിയിൽ നിന്ന് ഓടിച്ചാൽ പറ്റുള്ളൂ. കുറെ NPC കാര്യത്തിന് ഫൈറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ വീഡിയോ കിട്ടുക ആ ലൊക്കേഷനിൽ പോവാം. അപ്പൊ നമുക്ക് നേരെ ഫ്രണ്ടും കാര്യത്തിന് വീഡിയോ വിട്ടുതരാന്ന് പറഞ്ഞാൽ ആ ലൊക്കേഷനിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് മെസ്സേജും കാര്യത്തിന് വന്നിട്ട് ഫോൺ തുക അങ്ങനെ ഫോൺ തുക. അപ്പൊ നമ്മൾ ഫ്രണ്ട് കാര്യത്തിന് അയച്ചത് വീഡിയോ കാര്യത്തിന് ഫ്ലൈൻ ബോട്ടും കാര്യത്തിന് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് നേരെ അതിന്റെ ബട്ടനും കാര്യത്തിന് കാണാൻ പറ്റില്ല. പക്ഷെ നമുക്ക് നേരെ ബട്ടനും കാര്യത്തിന് അമർത്തേണ്ടി വരും. അപ്പൊ എന്തായാലും ഫോണും കാര്യം സൈഡ് അടിച്ചാൽ നമുക്ക് നേരെ ബൈക്ക് എടുത്താൽ നമുക്ക് നേരെ പോയിക്കാം. റാമ്പിന്റെ മോളും കാര്യത്തിന് നമുക്ക് ലൊക്കേഷൻ കാര്യത്തിന് മനസ്സിലേക്കണേ. അതെല്ലാം ബൈക്ക് എടുത്താണ് പോയിക്കാം. ഫസ്റ്റ് ബട്ടൺ വെക്കിയാൽ മാത്രമാണ് ആ ബോട്ടും കാര്യത്തിന് നമുക്ക് നേരെ അതിനുള്ള കയറാനൊക്കെ പറ്റും. അതേപോലെ കറങ്ങും ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് നേരെ ബട്ടൺ പോയി നിൽക്കാൻ പോകണം. കുറച്ച് ദൂരെ പോകാൻ എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പൊ എന്തായാലും ബട്ടൺ നിൽക്കാൻ പറ്റാൻ യാതൊരു അടിയും കഴിയില്ല. അപ്പൊ എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് അപ്പൊ ഇതാണ് റാമ്പ് കാര്യം. റാമ്പല്ല കണ്ടെയ്നറും കാര്യത്തിന് കണ്ടെയ്നറിന്റെ മുകളിൽ കൂടെ അങ്ങനെ പോയിക്കോണം. അതിൽ കുഴപ്പമില്ലാതെ നമുക്ക് നേരെ ഒറ്റ കളിച്ചാൻ പറ്റുന്നെങ്കിൽ ഔട്ടായി പിന്നെയും കളിച്ചാൻ പറ്റും. എന്നാലും ഞാൻ പെട്ടെന്ന് നോക്കണേ. അപ്പൊ ആ ബിൽഡിംഗ് കാരണം ബിൽഡിംഗ് സൈഡിലായിട്ടാണ് സ്വിച്ചും കാര്യത്തിനല്ല. അപ്പൊ അത് വെക്കാൻ മാത്രമാണ് ആ ബോട്ടിൽ നമുക്ക് കയറിയാണ്ട് നമുക്ക് നേരെ ഫൈറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. മിസ്റ്റർ മീറ്റിനും കാര്യത്തിൽ സിറ്റിന്ന് ഒഴിവാക്കിയേ പറ്റുള്ളൂ. അപകടം കാര്യത്തിന് കുറെ NPC കാര്യത്തിന് കൊന്നിട്ടുണ്ട്. കുറെ NPC എന്തൊക്കെയോ ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും ഇതാ കണ്ടെയ്നർ സൈഡിൽ കൂടെ പോകണം. നമ്മൾ സൈഡിൽ കൂടെ പോകണത് കണ്ടില്ലേ. അപ്പൊ അപ്പുറത്തെ ബിൽഡിംഗ് ഒക്കെ ചാടിയത് അവിടെ സ്വിച്ചും കാര്യത്തിനുള്ള പറഞ്ഞപ്പോ എന്തായാലും നമുക്ക് നേരെ അങ്ങനെ ചാടിക്കുന്ന ബട്ടൺ നോക്കട്ടെ. അങ്ങനെ ഞാൻ ബട്ടനും കാര്യത്തിനെ കണ്ടിട്ട് അപ്പൊ ഇതാണ് ബട്ടനും കാര്യത്തിന് അത് പ്രസ് ചെയ്താൽ മാത്രമേ വർക്ക് ആവുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പ്രസ് ചെയ്യാനും പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും പ്രസ് ചെയ്ത് എന്ത് സംഭവിക്കുക യാതൊരു ഇടിയില്ല. അപ്പൊ രണ്ട് കൽപ്പിച്ചാണ് ബട്ടൺ നെക്കിക്കുക. അപ്പൊ യാതൊരു സംഭവിക്കുന്നത്. പക്ഷെ അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഇത് വർക്ക് ആയിരിക്കും. അപ്പൊ അതിന് കറങ്ങും കാര്യത്തിനുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ബൈക്ക് എടുത്താണ് ഇവിടെ ചാടിച്ചാൻ പോണേ. അപ്പൊ നമുക്ക് നേരെ ആ ലൊക്കേഷനിലേക്ക് പോകണം. അതിനായിട്ട് കുറച്ച് പണിയും കാര്യത്തിനുണ്ട്. കുറച്ച് ചലഞ്ച് കാര്യത്തിൻ്റെ ചലഞ്ച് ഫുള്ളാക്കി മാത്രമേ ആ സ്ഥലത്ത് എത്തുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ താഴത്തേക്ക് എത്തിയത്. അപ്പൊ ആ ചലഞ്ചിന് സ്ഥലത്തേക്ക് കുറച്ച് പോകാൻ നമ്മളെ വീട്ടിന്റെ സൈഡിലായിട്ടാണ് ചലഞ്ച് കാര്യത്തിൽ നടക്കുന്നത്. ആ ചലഞ്ച് പോയി അതിന്റെ എന്തിലാണ് ആ സംഭവം കാര്യത്തിലുള്ള ആ സംഭവം എടുത്താൽ മാത്രമേ നമുക്ക് അല്ല മിസ്റ്റർ മീറ്റിനെ ഒഴിവാക്കാറ്റുള്ളത്. സംഭവം സ്ഥലത്തും കാര്യത്തിൽ എത്തിക്കണം. അപ്പൊ ഇവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ കുറച്ചാണ് ലോങ് പോകാനും കാര്യങ്ങളുണ്ട്. അപ്പൊ എന്താ കുഴപ്പമില്ലാതെ നമ്മൾ ഇങ്ങനെ എടുത്ത് പോകുന്നുണ്ട്. അങ്ങനെ റാമെന്ന കാര്യത്തിൽ ഞാൻ കയറിയിരിക്കണം. അപ്പൊ ചെറിയ ഗ്യാപ്പും കാര്യത്തിലാണ് ബൈക്ക് എടുത്തോണ്ട് കാറൊക്കെ എടുത്തോണ്ട് ഇതിൽ കൂടെ പോകാൻ പറ്റില്ല. പിന്നെ ചെറിയ തണലും കാര്യത്തിനും തണലിന്റെ ഉള്ളിൽ ഫാനും കാര്യത്തിന് അപ്പൊ തട്ടാതെ പോകാൻ നോക്കുക. പക്ഷേ തട്ടാതെ പോകാൻ നോക്കി തട്ടിക്കണം. അപ്പൊ ചെറിയ ഫാനും കാര്യത്തിന് ഇവിടെ ഗ്യാപ്പ് ഇല്ലാത്ത ഫാൻ തട്ടാതെ പോകണമെന്ന് വിചാരിച്ചാൽ ഈ തട്ടാതെ പോയിക്കിന്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞപ്പോ ഇങ്ങനെ പോകണം. അപ്പൊ എന്തായാലും ഏകദേശത്തൊക്കെ കഴിയാനായിരിക്കും. അപ്പൊ എന്തായാലും ഇവിടെ എന്താണ് ചാടി കിടക്കുന്നത്. അപ്പൊ രണ്ടും കൽപ്പിച്ചാണ് ചാടിയതാണ്. അപ്പൊ എന്തായാലും ചാടിയപ്പോ എന്തായാലും എത്തി. അപ്പൊ ഇവിടെ എന്താ യാതൊരു ഇവിടെ പെട്ടെന്നുണ്ട് ഇവിടെ ഏകദേശം അങ്ങനെ ഇതേപോലെ തന്നെ കടന്ന് കിട്ടിയില്ല. അപ്പൊ ഇനി ഇവിടെ ഒന്നും ഇല്ലാന്നാണ് തോന്നുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ നടുവ് കൂടെ വിടാം. പക്ഷെ ഇതിൽ കൂടെ പോകാൻ പറ്റിയ യാതൊരു ഏകദേശം അങ്ങനെ എന്താ കഴിച്ചില്ല. ഞാൻ നിർത്തിയാണ് ഇറങ്ങി നടക്കുക. ഇതിൽ കൂടെ ബൈക്കായിട്ട് പോയി ശരിയല്ല. ഇങ്ങനെ ഇറങ്ങി നടക്കാന്ന് വിചാരിച്ചു. ബൈക്കായിട്ട് പോയി കുറച്ച് റിസ്ക്കും കാര്യത്തിനാണ്. കുറച്ച് മെൻകട. അപ്പൊ നമുക്ക് മെൻകട തയ്യാറ് എന്തായാലും നമുക്ക് ഫിനിഷ് ലൈനിൽ എത്തിയത്. അപ്പൊ എന്താ നടന്ന് അവിടെ ഒരു പെട്ടിങ് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയതെന്നാ പറയാം. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയേ പറ്റുള്ളൂ. പോയതെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോകണം. അപ്പൊ ഇവിടെ ചാടി കിടന്നത് വെറുതെ വട്ടം കറങ്ങിയാണ് പോകണത്. എന്തായാലും നടന്നാണല്ലോ പോകണത്. അപ്പൊ എന്തായാലും അത്ര റിസ്ക് എടുക്കാൻ തയ്യാറല്ല. അപ്പൊ ഇവിടെ ഒരു ബോക്സും കാര്യത്തിന് ആ ബോക്സിന്റെ ഉള്ളിൽ കൂടെ ചാടിയാണ് അപ്പുറത്തേക്ക് കിടക്കാൻ നിൽക്കുന്നത്. ഞാൻ നേരെ ആണ്ട് ഇറങ്ങുമ്പോൾ നോക്കണം. അപ്പൊ ഗ്യാപ്പും കാര്യത്തിന് ആ ഗ്യാപ്പ് കൂടെ പോയാൽ പിന്നെ ഒന്നും പറ്റൂല. അപ്പൊ അതേപോലെ നടന്നാൽ നമുക്ക് നേരെ അപ്പുറത്തെ റാമ്പ് കാര്യത്തിന് ആ റാമ്പിന്റെ അടുത്തിട്ട് എന്തെങ്കിലും കാണിച്ചു തരാം. ഇങ്ങനെ നടന്ന് ഇങ്ങനെ കുറെ എത്തിയത്. പക്ഷെ അപ്പൊ തന്നെ റാമ്പ് കാര്യത്തിന് റാമ്പിന്റെ അവിടുന്ന് ബൈക്ക് കിട്ടിയത് ഇനി കുറെ നടക്കാല്ല. അവിടെ ദൂരത്താണ് അതാണ് ഫിനിഷ് ലൈനും കാര്യത്തിന്. അപ്പൊ അങ്ങോട്ട് പോകണം. അപ്പൊ എന്തെങ്കിലും റാമ്പ് കഴിഞ്ഞ് അപ്പൊ ബൈക്ക് കിട്ടാൻ യാതൊരു കഴിച്ച ബൈക്കും കാര്യത്തിന് ഉണ്ട് തോന്നുന്നുണ്ട്. കഴിച്ചാൽ ബൈക്ക് ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ബൈക്ക് കയറിയാണ് ഇനി പോകാൻ പറ്റുന്ന തോന്നുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ബൈക്ക് നേരെ കയറാൻ കഴിച്ചാൽ ബൈക്കിലും കാര്യത്തിനും ഇവിടെ കുറച്ച് ടാസ്കും കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും കുഴപ്പമില്ല. അപ്പൊ എന്തായാലും പോകാൻ നോക്കണം. എന്തായാലും പോയാൽ പറ്റുള്ളൂ. അപ്പൊ നടന്ന് പോകാൻ കാട്ടി കൊടുക്കാണ് വണ്ടിയുമ്പോ പോകണം. അപ്പൊ നടന്നു പോയാൽ എങ്ങനെയെങ്കിലും പോകാന്ന് വിചാരിച്ചില്ല. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. എന്തെങ്കിലും നോക്കാം എങ്ങനെ പോകാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ അതിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കും. അപ്പൊ ഞാൻ പോകുന്ന എന്തായാലും കുടുങ്ങിക്കണം. അപ്പൊ എന്തായാലും മാക്സിമം എടുക്കാൻ നോക്കണേ. പക്ഷെ അപ്പൊ ഇവിടുന്ന് എന്തായാലും ബൈക്കായിട്ട് ഇനി പോകാൻ തോന്നി. അപ്പൊ ചെറിയ ഗ്യാപ്പും കാര്യത്തിൽ ഇങ്ങനെ വളഞ്ഞ സ്ഥിതിക്ക് ബൈക്കായിട്ട് പോകാൻ തോന്നില്ല. അപ്പൊ ഞാൻ മാക്സിമം നോക്കിട്ട് പോകാൻ പറ്റുമെന്ന് കഴിച്ചാൽ ഞാൻ ഇറങ്ങി നടക്കണം. അപ്പൊ ഇറങ്ങി നടക്കുമ്പോൾ സീനൊന്നുമില്ല. താഴത്തോട്ട് നോക്കാതെ നടന്നത്. താഴത്തൊക്കെ നോക്കിയിട്ട് തന്നെ ബേജാറും കാര്യത്തിന്. അപ്പൊ ഞാൻ നേരെ മുന്നിക്ക് നോക്കിയാ പോണത്. കൈ അങ്ങോട്ടോ അങ്ങനത്തെ ഇറക്കിയാൽ പോയ കഴിച്ച് അങ്ങനെ നടന്ന് ഞാൻ ഇതിമേ എത്തി. അപ്പൊ ഇവിടുന്ന് ഇനി നടക്കാനുള്ള പ്ലാനും കാര്യത്തിനാണ്. ഇനി ഇവിടുന്ന് ബൈക്കൊന്നും കിട്ടാതെ നടക്കാനുള്ള പ്ലാനും കാര്യത്തിന്. അപ്പൊ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷ് ലൈനിൽ എത്താൻ പറ്റുന്നില്ല. അപ്പൊ അതിൽ ഇവിടുന്ന് നടന്ന് ഇവിടെ എത്തിക്കണം. അപ്പൊ എന്തായാലും ഇനി കുഴപ്പമില്ലാതെ ഇവിടെ അങ്ങോട്ടാണ്
നാരന്മാർക്ക് താഴത്തുക. പക്ഷെ അതൊന്നും ആക്കില്ല, നമുക്ക് ഇതിൽ കൂടെ മുകളിൽ കൂടെ ഒരു ചടം നമ്മൾ നടന്ന് കളിച്ചുമ്പോൾ നമുക്ക് അങ്ങനെ നാരന്മാർക്കൊന്നും കാണിച്ചില്ല. അപ്പൊ എന്തായാലും ഇതിന്റെ മുകളിൽ കൂടെയാണ് ചാടിയാണ് അപ്പുറത്ത് വരാം. അതിൽക്കൂടെ നമ്മൾ ബൈക്കായിട്ട് കാര്യത്തിന് പോലെ നമ്മൾക്ക് ബൈക്ക് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ ഇതിൽ കൂടെ അങ്ങനെ ചാടിയാണ് നേരെ ഇറങ്ങണം, നോക്കി ഇറങ്ങണം, അല്ലാതെ ഒന്നിനൊന്നും പറ്റില്ല. നമ്മൾ നേരെ ബെല്ലാണ് ഇറങ്ങുന്നത്, അത് അങ്ങോട്ടോ പോയാൽ നമ്മൾ നേരെ നിലത്തേക്ക് വീണേക്കാം. അപ്പൊ മാക്സിമം നോക്കി കണ്ടാണ് ഇറങ്ങിയത്. അതേപോലെ തന്നെ നമ്മൾ മുന്നിൽ ബോക്സും കാര്യത്തിന് ആ ബോക്സ് ഞാൻ ചാടി കണ്ട് അപ്പുറത്ത് കടക്കാനുള്ള പ്ലാനും കാര്യത്തിന് അങ്ങനെ ചാടി നോക്കിയിട്ട് അപ്പൊ എന്തായാലും മുകളിലും കാര്യത്തിൽ എത്തി. അവൻ ചാടിയാണ് പുറത്ത് അടിക്ക് ഇറങ്ങി അഞ്ഞ് ബൈക്കും കാര്യം കിട്ടുമോ യാതൊരു കഴിയാ. പക്ഷെ അടിക്ക് ഇറങ്ങിയപ്പോ ബൈക്ക് സൈക്കിളും കാര്യത്തിന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ സൈക്കിൾ എന്തെങ്കിലും കിട്ടിയല്ലോ. അപ്പൊ എന്താണ് ഫിനിഷ് ലൈനും കാര്യത്തിന് അപ്പൊ നമ്മൾ ഇത്ര പെട്ടെന്ന് തീരേണ്ട ഇതൊന്നുമല്ല. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഫിനിഷ് ലൈൻ കൊണ്ട് അപ്പുറത്ത് കടക്കാൻ പറ്റിയ യാതൊരു. അപ്പൊ മാക്സിമം ഞാൻ കടക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ എത്തി അത്ര എനിക്ക് പറയാനുള്ള. അപ്പൊ എന്തായാലും എത്തിക്കുന്നത്. അപ്പൊ ഇതാണ് ഫ്ലൈൻ ബോട്ടും കാര്യത്തിന് വരുന്നത്. അപ്പൊ ഇപ്പോഴും ഇത് വർക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ എന്താ ഞാൻ നടന്ന് പോയി ഇതിലൊക്കെ കയറാനുള്ള പ്ലാനിങ് കാര്യത്തിന്. അപ്പൊ എന്താ ആവുന്ന യാതൊരു അടിയും കഴിയത്തില്ല. അപ്പൊ എന്തായാലും കയറിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ കയറിയാണ് ഇത് പൊന്തി പോകണ്ട. അപ്പൊ നമുക്ക് അടുത്ത രാജ്യത്തേക്കാണ് പോകാൻ വേണ്ടി അവിടെ നിന്ന് നമുക്ക് നേരെ നമ്മളെ മിസ്റ്റർ മീറ്റിനും കാര്യത്തിന് അടിച്ചുള്ള പവറും കാര്യത്തിന് കിട്ടുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോയി ആ സ്ഥലത്തും കാര്യത്തിന് അങ്ങനെ എത്താനിരിക്കണേ. പക്ഷെ അതേപോലെ തന്നെ എത്തിയപ്പോഴാണ് കിങ്ങോങ് കാര്യത്തിന് കിങ്ങോങ്ങിന്റെ പവറും കാര്യത്തിന് നമുക്ക് കിട്ടാള്. അപ്പൊ അത് കിങ്ങോങ് ഉണ്ട്, അതിന് കുട്ടിയും കാര്യത്തിന് തോന്നുന്നുണ്ട് യാതൊരല്ല. അപ്പൊ കിങ്ങോങ് ഇതിന്റെ പവറും കാര്യത്തിന് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ അതിൽ കിങ്ങോങ് കാര്യത്തിന് അലറി ഒച്ചടുണ്ട്. അങ്ങനെ കിങ്ങോങ്ങിനെ കുട്ടി എന്തൊക്കെ പറയുമ്പോ കിങ്ങോങ് കാര്യത്തിൽ നമ്മുടെ അടുത്തേക്ക് വരും, നമ്മൾ അറ്റാക്ക് ചെയ്യണേ യാതൊരു ഇടയും കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് വരുന്നത് എന്താ യാതൊരു. കിങ്ങോങ് എന്തൊക്കെ ഒരു ആക്ഷനും കാര്യത്തിനെ കാട്ടിട്ടുണ്ട് ഗൈസ്, എന്തൊക്കെ സംഭവിക്കില്ല. അപ്പൊ നമുക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഗൈസ് എന്തായാലും അറിയില്ല. കിങ്ങോങ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ നമുക്ക് എന്തൊക്കെ സംഭവിച്ചു നമ്മൾ നിലത്തും കാര്യത്തിന്റെ വീണിന് ഗൈസ്. അങ്ങനെ നമുക്ക് കിങ്ങോങ്ങിന്റെ പവറും കാര്യത്തിന് കിട്ടിയില്ല. അപ്പൊ നമുക്ക് എന്താ കിങ്ങോങ്ങിന്റെ പവർ യൂസ് ചെയ്തത് അജ്ജി പോയാണ്ട് നമുക്ക് മിസ്റ്റർ മീറ്റിനും കാര്യത്തിന് സിറ്റിന് ഒഴിവാക്കിയിടുക. നമ്മൾ മിസ്റ്റർ ബീച്ച് തോൽക്കളിക്കാണ് ചെയ്യുന്നത്. ഓക്കെ ഞാനൊക്കെ സെറ്റ് ആക്കി തരാം. അത് നമ്മള് മിസ്റ്റർ മീറ്റിന്റെ കാര്യത്തിന് എത്തിയത്. അപ്പൊ മിസ്റ്റർ ബീറ്റ് നമ്മൾ നല്ല ചിരിച്ചു കൊടുക്കണേ, നല്ല എപ്പോഴും എൻജോയ്മെന്റ് ഉള്ള നമുക്ക് അടി കൊടുത്ത് നമുക്ക് അത്രയും പവറും കാര്യത്തിന് ഒറ്റ അടിക്കുന്ന മികാളുള്ളൂ. അപ്പൊ ഒറ്റ അഡാണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ജീവൻ ഒന്നും ഉണ്ടാവില്ല.